കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇപ്പൊ ഇവിടെ സംഭവിച്ചത് ഒരു മോഷണമായിട്ട് മാത്രം കണ്ടാ മതി. അത് ജാതക ദോഷമായിട്ടോ സമയദോഷമായിട്ടോ കണക്കാക്കണ്ട. അവര് വന്നു. അർജുൻ കിട്ടിയായിരുന്നു. അർജുൻ നമ്മുടെ താലി തിരികെ കിട്ടിയല്ലോ അല്ലേ? ഏട്ടാ താലി തിരികെ കിട്ടിയല്ലോ അല്ലേ? ഇല്ല മോളെ, അവനെ കയ്യെ കിട്ടിയതായിരുന്നു, പക്ഷേ രക്ഷപ്പെട്ട് ഓടിക്കളഞ്ഞു. പോയത് പോയി ഭവാനി, പോയതിനോർത്ത് വിഷമിക്കരുത്. പുതിയൊരു താലി ഉണ്ടാക്കിയാ പോരെ? അമ്മേ, ഞങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും നീ ഞങ്ങളെ രക്ഷിക്കുമെന്നുള്ളത് ഞങ്ങളുടെ വിശ്വാസമാണ്. അങ്ങനെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാ ഞങ്ങളെ വീട്ടിലെ കുലദൈവമായി ആരാധിച്ചു വരുന്നത്. അമ്മയുടെ അനുഗ്രഹം വാങ്ങാനായി കൊണ്ടുവന്ന താലി പൂജാ സമയം ആരോ മോഷ്ടിച്ചോണ്ട് പോയി. നമ്മുടെ വിശ്വാസം സത്യമാണോ അതോ മറിച്ചാണോന്ന് അവിടെ നിന്ന് തന്നെ പറയൂ. ഞങ്ങളുടെ വിവാഹ ക്ഷണക്കത്തെ ഏറ്റുവാങ്ങി ഞങ്ങളെ അനുഗ്രഹിച്ചതാണ് നീ. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ കല്യാണം നടക്കാൻ പോവാണെന്ന് ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചതാ അമ്മേ. ആശീർവാദത്തിനായി കൊണ്ടുവന്ന മംഗല്യ താലി നഷ്ടപ്പെട്ടു. ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? അമ്മ ഞങ്ങളുടെ വിവാഹത്തെ അനുകൂലിക്കാണോ അതോ മറിച്ചാണെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. പറ അമ്മേ. ഭാനി, കൂൾ. വെറുതെ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ. ഈ നടന്നതും നാഗദേവതയായിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ. പിന്നെ എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ഇതിനമ്മ തന്നെ ഒരു തീരുമാനം പറയണം. ഭാനി, എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി തരാതെ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോവില്ല. ഭാനി, ഇയാളൊന്ന് സമാധാനിക്കേ. ഞാനൊന്ന് പറയുന്ന കേക്ക്. ഇയാൾ ഇങ്ങനെ ഇമോഷണൽ ആവാതെ. ഇമോഷണൽ ആവാതെ ഞാൻ പിന്നെ എന്താ ചെയ്യാ? അമ്മേ നാഗമാതാവേ, ഞങ്ങൾക്കിപ്പോ എന്ത് ചെയ്യണം? ആരോട് സഹായം ചോദിക്കണമെന്നൊന്നും അറിയില്ല. എന്റെ കഴുത്തിൽ വീഴേണ്ട താലി ഒരു കള്ളം വന്ന് മോഷ്ടിച്ചോണ്ട് പോയി. അതെന്തിന്റെ സൂചനയായിട്ട് അമ്മേ ഞാൻ കാണേണ്ടത്? അത് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത് അമ്മയിൽ നിന്നും ആശീർവാദം വാങ്ങാൻ വേണ്ടി മാത്രമാണ്. എനിക്ക് ആ താലി തന്നെ തിരികെ വേണം. ഞാനും അർജുനുമായിട്ടുള്ള വിവാഹം അമ്മയുടെ അനുഗ്രഹത്തോടെ നടന്നില്ലെങ്കിൽ
പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ ആരെയും വിവാഹം കഴിക്കില്ല. ഭവാനി, മോളെ ഭവാനി, നീ എന്താ എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിങ്ങളുടെ രണ്ടുപേരും കല്യാണം കണ്ണറെ കാണണമെന്ന് ഞങ്ങൾ എല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചതല്ലേ? എന്നിട്ട് നീ എന്താ എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇങ്ങനെ ഒരു തീരുമാനം എന്തിനാ എടുക്കുന്നേ? ഇല്ല, ഇതിന് ഞങ്ങൾ ആരും സമ്മതിക്കത്തില്ല. എന്റെ തീരുമാനം ഉറച്ചതാ. മോളെ ഭവാനി, ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്ത് പറയാണ് നാഗദേവതേ. ഭവാനി, എന്താ മോളെ ഇതൊക്കെ? എന്തിനാ നീ സത്യമൊക്കെ ചെയ്യുന്നേ? ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾക്കും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾക്കും എല്ലാത്തിനും ഞാൻ അമ്മയിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. ഈ നാഗമാതാവ് തന്നെ എന്നിൽ കരുണ കാണിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ കല്യാണം കഴിക്കുന്നതിൽ ഒരു അർത്ഥമില്ല ഏട്ടാ. എന്നെ വിശ്വസിക്കുന്ന എന്റെ ഭക്തർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ എങ്ങനെ ഞാൻ കണ്ടില്ല എന്ന് വിചാരിക്കും? നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. നിന്റെ നഷ്ടപ്പെട്ട താലി ഞാൻ തന്നെ കൊണ്ടുവന്ന് എത്തിക്കും. നീ വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ അനുഗ്രഹിച്ചില്ലെങ്കിൽ നീ കല്യാണം കഴിക്കില്ല എന്ന് സത്യം ചെയ്തതുപോലെ ഞാൻ നിനക്ക് നൽകുന്ന ഉറപ്പായത്. മുഹൂർത്തത്തിന് തൊട്ടു മുമ്പ് നിന്റെ കല്യാണ സ്ഥലത്ത് ഞാൻ ആ താലി എത്തിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ സ്വയം ഇല്ലാതാകുന്നതായിരിക്കും. എന്തിനാ അമ്മ അങ്ങനെയൊക്കെ പറയുന്നേ? എന്റെ ഭക്ത എന്റെ മുന്നിൽ ഇങ്ങനെ സത്യം ചെയ്യുമ്പോ ഞാനും അതിന് നീതി പുലർത്തണ്ടേ? ഞാൻ ഉറപ്പ് തന്നില്ലേ, ഇനിയെല്ലാം നന്നായിട്ട് തന്നെ നടക്കും. പോയി വരൂ. ഇനി എന്തിനാ ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ നമ്മൾ അടിക്കുന്നേ? നാഗദേവത തന്നെ അനുവാദം തന്നില്ലേ? സമയമാകുമ്പോ എല്ലാം ശരിയാവും. വാ, നമുക്ക് പോവാം. മുഹൂർത്ത നേരത്തില് ഈ താലി കൊണ്ടുവന്ന് തന്നില്ലെങ്കില് എന്നെ നീ എരിച്ചു കൊന്നുകളയുമെന്ന് സത്യം ചെയ്തതല്ലേ? ഇപ്പൊ നീ എരിഞ്ഞ് ചാമ്പലാകാൻ തയ്യാറായിരിക്കുന്ന നാഗിനി. താലി എന്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യം നിനക്കൊരിക്കലും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അഥവാ നീ അറിഞ്ഞാൽ കൂടി നിനക്ക് എന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും ഈ താലി തിരിച്ചെടുക്കാൻ സാധിക്കില്ല. കർക്കോടക, നീ വളരെ ബുദ്ധിപരമായി അവന്റെ കയ്യിൽ നിന്ന് ഈ താലി തട്ടിയെടുത്തുകൊണ്ട് വന്നല്ലോ. നീ ആ നാഗിനിയുടെ ശക്തി വളരെ ചെറുതായിട്ട് കാണണ്ട. ഇപ്പൊ ഈ താലി വാങ്ങാൻ നാഗിനി വന്നു എന്നിരിക്കട്ടെ, അപ്പൊ നീ എന്ത് ചെയ്യും? നാഗിനിയോട് എതിരിടാനുള്ള ശക്തിക്ക് വേണ്ടി ഞാൻ എന്റെ കുലദൈവത്തിനെ തപസ് ചെയ്ത് ഒരുപാട് ശക്തികൾ നേടിയെടുത്തിട്ടുണ്ട്. നാഗിനി എന്നോട് എതിർത്ത് എന്നോട് യുദ്ധം ചെയ്ത് ഈ താലി കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹം നടക്കാത്ത കാര്യം. വാ നാഗിനി, ഇത് വാങ്ങിക്കാൻ നീ ഓടി വായിന്റെ അടുക്ക്. നിന്റെ അഹങ്കാരം തീർത്ത് നിന്നെ ഞാൻ തോൽപ്പിച്ച് കാണിച്ചു തരാം. വാ.
നശിപ്പിച്ചു കളയുമെന്ന് സത്യം ചെയ്തതല്ലേ? നിന്നെ ഞാൻ തോൽപ്പിച്ച് നിന്നെ നീ തന്നെ ഇരിക്കുന്ന രീതിയിൽ ഞാൻ ആക്കിത്തരാം. വാ വാ വരാൻ വാ വാ. നന്നായി കാർക്കോടക, നാഗരിക്ക് നല്ലൊരു അടി തന്നെ നീ കൊടുത്തത്. അതുപോലെ ആ അർജുനെ നമുക്ക് കൊന്നു തള്ളണം. അതിനുശേഷം എന്റെ മോനും ഭവാനി തമ്മിലുള്ള കല്യാണം മുടക്കാൻ ആരും വരില്ല. ആദ്യം നീ അങ്ങനെ ചെയ്യാൻ നോക്കും. അവനെ ഇനി എന്തിനാ അടിക്കുന്നത്? നേരത്തെ തന്നെ അവനെ അടി കൊടുത്തിട്ട് നിൽക്കല്ലേ. അവൻ ചത്തുപോയെന്നുള്ള വിവരം ഉടനെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഞാൻ. എന്താ അവ മരിച്ചു എന്നാണ് പറയുന്നത്? ഭയങ്കരമായ കാളകൂട വേഷം അവന്റെ ശരീരം മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞാ പിന്നെ അവൻ എങ്ങനെയാ ജീവനോട് ഇരിക്കുന്നത്? നന്നായി കാർക്കോടക, സബാഷ്. അവൻ അറിയാതെ തന്നെ അവന്റെ ശരീരം മുഴുവൻ ഞാൻ വിഷം പരത്തിയിട്ടുണ്ട്. ഇന്നത്തോടുകൂടി അവന്റെ കഥ കഴിഞ്ഞിരിക്കും. അവന്റെ ജീവൻ കാറ്റിൽ പറക്കാൻ പോവുകയാണ്. ഏട്ടത്തി, താലി മോഷണം പോയ കാര്യം അറിഞ്ഞ മുത്തശ്ശി ആവശ്യമില്ലാതെ പേടിക്കും. മുഹൂർത്ത സമയത്ത് കൊണ്ടുവന്ന് തരാന്ന് നാഗദേവത വാക്ക് തന്നതല്ലേ നമുക്ക്. അതുകൊണ്ട് ഈ കാര്യം മുത്തശ്ശിയോട് പറയണ്ട. നഷ്ടപ്പെട്ട താലി ഓർത്ത് ഇവരെല്ലാരും സങ്കടപ്പെടുന്നുണ്ടല്ലോ. നീ പറഞ്ഞ ശരിയാ ഭവാനി. ഈ കാര്യം മുത്തശ്ശിയോട് പറയാതിരിക്കുന്നേ നല്ലത്. തുളസി തറയിലെ ചിരാതണഞ്ഞപ്പോഴേ മുത്തശ്ശി ഒരുപാട് ടെൻഷനായതാ. ഇപ്പൊ താലി പോയ കാര്യം കൂടി മുത്തശ്ശി അറിഞ്ഞ അതിലും വലിയ ടെൻഷൻ ആവുമല്ലോ. നീ പറഞ്ഞതുപോലെ മുത്തശ്ശി അറിയാതിരിക്കുന്നതാ നല്ലത്. എല്ലാവരും ഈ കാര്യം അറിഞ്ഞ സെന്റിമെന്റൽ ആവും. ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് മനസ്സ് വിഷമിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇത് മുത്തശ്ശിയോട് പറയാൻ നിൽക്കണ്ട, പോവാം.
എന്താ പറ്റി? അർജുൻ അർജുൻ എഴുന്നേക്ക്. എന്താ പറ്റി? അർജുൻ അർജുൻ എഴുന്നേക്ക്. കണ്ണു തുറക്ക്. അർജുൻ അർജുൻ എന്താ പറ്റി? അർജുൻ കണ്ണു തുറക്ക്. അർജുൻ എഴുന്നേക്ക്. അർജുൻ അറിയില്ല മുത്തശ്ശി. അർജുൻ എണീക്കടാ. അർജുൻ എണീക്ക്. അർജുൻ എഴുന്നേൽക്ക് അർജുൻ. എഴുന്നേക്ക് മോനെ. അർജുൻ എഴുന്നേൽക്ക് അർജുൻ. മോനെ അർജുൻ എഴുന്നേക്ക്. പുറത്ത് നല്ല വെയിലുണ്ട്. തലവറ്റങ്ങാനും വീണായിരിക്കും. കുറച്ച് വെള്ളം അർജുൻ 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 കണ്ണു തുറക്ക്.